പച്ചക്കറിക്ക് ഇപ്പോൾ അമിതമായ വില വർധനമാണ്. ഞങ്ങളെ കണക്ക് സാധാരണ കച്ചവടക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. 3000 രൂപ 4000 രൂപ വന്നുകൊണ്ടിരുന്ന മലക്കറിക്ക് ഇപ്പം വരുന്ന 6000 രൂപ 7000 രൂപയാണ്. 3000 രൂപ വെച്ച് ഞങ്ങൾക്ക് ദിവസം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വെച്ച് വെക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. 3000 രൂപ ഉണ്ടെങ്കിൽ 3-4 ജോലിക്കാരുടെ ശമ്പളം മാറുന്നതാണ്. ഞങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. കച്ചവടക്കാരായ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു ദിവസം ഒരു 1000 രൂപ ശമ്പളം കിട്ടുന്നവന് ഒരു തുച്ഛമായ രീതിയിൽ പറഞ്ഞാൽ ദിവസം 100 രൂപയ്ക്ക് മലക്കറി വാങ്ങിക്കുന്നതിന് ഇപ്പം 300 രൂപയ്ക്ക് മലക്കറി വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. അവൻ്റെ വണ്ടിയിൽ എണ്ണ അടിക്കണം, അവന് അല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. സാധാരണക്കാരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടിയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1000 രൂപ കൂടുതൽ ശമ്പളം ഒരു കടയിൽ നിന്നും ഇല്ല. ഞാനൊരു സ്ഥാപനം നടത്തുന്നത്, ഞാനൊരു മുതലാളിയാണ്. എൻ്റെ ഹോട്ടലാണ് ഒബാമ കഫേ. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ സാധാരണക്കാർ നെട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1 കിലോ ക്യാരറ്റിൻ്റെ വിലയും 1 കിലോ പച്ചമുളകിൻ്റെ വിലയൊക്കെ മുളകിപ്പം തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാ മലക്കറിക്കും വിലയാണ്. സവാളയ്ക്കൊക്കെ തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. സവാളയൊന്നും ഇപ്പം സവാള കൂട്ടിച്ചേർക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. സവാളയൊന്നും കണ്ണല്ല, ദേഹം മൊത്തം എരിയുന്ന അവസ്ഥയാണ് സവാളയുടെ വിലയെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മലക്കറി മാത്രമല്ല, പൊതുവെയുള്ള വില കൂടുതൽ, നിത്യോപയോഗ സാധനങ്ങളെല്ലാം വില കൂടി നിൽക്കുന്നതുകൊണ്ട് ഇപ്പം അതിനുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ട്. പച്ചക്കറിയുടെ വിലയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഓരോ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാ അപ്പോൾ ഇന്നത്തെ വില സവാളയ്ക്ക് എത്ര 90 രൂപയാണ്. ഇന്നലെ 80 രൂപയായിരുന്നു. മിനിഞ്ഞാന്ന് 82 രൂപയായിരുന്നു. അങ്ങനെ ക്യാരറ്റിന് മറ്റേ വെണ്ടയ്ക്ക, ക്യാബേജ് എല്ലാ സാധനങ്ങൾക്കും ഓരോ ദിവസം കഴിയും തോറും മണിക്കൂറുകൾ ഇടവിട്ട് വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇതിൻ്റെ സംഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ കഴിയുന്നില്ല. അതാ അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാർ ഇവിടെ ഈ നാട്ടിലുണ്ടോ എങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിയാലും പച്ചക്കറികളുടെ വില കൂടിയാലും അത് നിയന്ത്രിക്കാൻ ഒരു സംവിധാനം കേരളത്തിൽ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ ഈ ആഹാര സാധനങ്ങൾക്കെല്ലാം ഈ അടുത്ത കാലത്തായിട്ട് വില വർധനമാണല്ലോ, പ്രത്യേകിച്ച് പച്ചക്കറി. അതിപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ളവർ സാധാരണയായിട്ട് പച്ചക്കറി അങ്ങനെ കൃഷി ചെയ്യാറില്ല, ഉണ്ടോ? പിന്നെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. അതായത് നമ്മുടെ ഈ കൃഷി ഉൽപ്പാദിപ്പിക്കുമ്പം ഈ കർഷകന് അതിൻ്റേതായ രീതിയിലുള്ള പൈസ കിട്ടുന്നുണ്ടോ? അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പൈസ കിട്ടുന്നില്ല, കർഷകന് പൈസ കിട്ടുന്നില്ല. അതിനൊക്കെ ഇടനിലക്കാരാണ് സാധാരണയായിട്ട് ഈ വില നിശ്ചയിക്കുന്നത്. അപ്പോൾ സാധാരണ കർഷകന് പൈസ കിട്ടത്തില്ല. അവിടെയാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ തമിഴ്നാടിനെയും കർണാടകത്തെ ആശ്രയിച്ചാണ് നമ്മൾ കേരളത്തിലുള്ളവർ ജീവിക്കുന്നത്. കേരളത്തിന് കേരം തിങ്ങും കേരളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തേങ്ങ പോലും നമ്മൾ മറ്റ് സംസ്ഥാനത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇപ്പോൾ കഴിയുന്നത്. കന്യാകുമാരി, പാലക്കാട് നമുക്കുള്ളതാണ് എങ്കിൽ തന്നെയും പാലക്കാട് നിന്ന് നല്ലൊരു ശതമാനം തേങ്ങ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വില വർധന എന്ന് പറയുന്നത് ഇപ്പം സ്വാഭാവികമായിട്ട് ഓരോ വർഷം തോറും ഇപ്പം എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ നല്ലൊരു ശതമാനവും നമ്മൾ ശമ്പളം വർദ്ധിക്കുന്നില്ല. ശമ്പളം കാലാനുസൃതമായിട്ട് ഇപ്പോൾ ഒരു വർഷത്തിലൊരു പ്രാവശ്യം ചിലപ്പം സമരം ചെയ്തുമൊക്കെ ആയിരിക്കും ഒരു പൈസ വർദ്ധിപ്പിക്കുന്നത്, അല്ലേ? കൊടി പിടിച്ച് സമരം ചെയ്തു ചിലപ്പോൾ 500 വർദ്ധിപ്പിക്കും, 250 വർദ്ധിപ്പിക്കും. എങ്കിൽ തന്നെയും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക, കുറയുന്നില്ല. അതിപ്പോൾ ആരാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് അതിൻ്റെ പുറകിൽ പോകേണ്ടി വരും. വില കൂടിയാൽ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നു വാങ്ങിക്കാനായിട്ട്. എല്ലാം പുറത്ത് വരണം. ഭയങ്കര വിലയാണ്, നമ്മൾ വാങ്ങിക്കാൻ ബുദ്ധിമുട്ട്. സവാള 90 രൂപ, അങ്ങനെ അതിൽ മേലിലോട്ട് എല്ലാത്തിനും വില. തക്കാളിയൊക്കെ അതിനെ കാട്ടി. അങ്ങനെ നമുക്ക് ഒന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഒരെണ്ണത്തിന് 3-4 ഇടേണ്ടത് ഒരെണ്ണം ഇടുന്നിടത്ത്.